Good morning to you all. Today we are going to discuss about the poem The Plowman. Okay? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ പ്ലോമാൻ എന്ന് പറയുന്ന കവിതയാണ്. ഓക്കെ, ദെൻ ബൈ ലുക്കിംഗ് ടു ദിസ് പിക്ചർ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്ലോമാൻ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്ലോമാൻ? വാട്ട് ഡു യു മീൻ ബൈ ദ പ്ലോമാൻ? Plowman meaning Karshakan. Okay. Dear students, the plowman is regarded as one of the best poems on farming. Here the poet says that the strong hands of the farmer gives food for all. The poet compares the farmer's work with that of a writer. The writer uses the words and letters for the goodness of mankind, whereas the farmer toils in the fields for feeding men. The poet says that the tools of the farming are as useful as the pen. He compares the letters to seeds and the words to the crops. Understand? Then the plowman എന്ന് പറയുന്ന കവിത ഫാമിങ്ങിനെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട നല്ല ഒരു കവിതയാണ്. കൃഷിയെ പറ്റിയുള്ള നല്ല ഒരു കവിതയാണ്. ഇവിടെ കവി പറയുന്നത് സ്ട്രോങ് ഹാൻഡ്സ് ഓഫ് ദ ഫാമർ ഗിവ്സ് ഫുഡ് ഫോർ ആൾ. കവിതയിൽ കവി പറയുന്നത് കർഷകൻ്റെ നല്ല ബലമുള്ള കരങ്ങളാണ് മനുഷ്യർക്കെല്ലാവർക്കും ഭക്ഷണങ്ങൾ തരുന്നത്. ആൻഡ് ദ പോയറ്റ് കമ്പയർസ് ദ ഫാമേഴ്സ് വർക്ക് വിത്ത് ദാറ്റ് ഓഫ് എ റൈറ്റർ. ഇവിടെ കവി കർഷകനെയും അതുപോലെ റൈറ്ററെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. The writer uses words and letters for the goodness of mankind. മാനവ സമൂഹത്തിൻ്റെ നന്മകൾക്ക് വേണ്ടിയാണ് ഒരു എഴുത്തുകാരൻ തൻ്റെ പേനകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കർഷകൻ മണ്ണിൽ പണിയെടുക്കുന്നത് മനുഷ്യർക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയാണ്. The writer uses words and letters for the goodness of mankind, whereas the farmer toils in the field or the farmer hard works in the field for feeding men. Understand? മനുഷ്യന് ഭക്ഷണം ലഭിക്കാൻ വേണ്ടിയാണ് കർഷകൻ മണ്ണിൽ പണിയെടുക്കുന്നത്. The poet says that the tools of farming are as useful as the pen. അതുപോലെ തന്നെ കവി പറയുന്നു റൈറ്ററുടെ പേനയെപ്പോലെ തന്നെ ഉപകാരമുള്ളതാണ് കർഷകൻ്റെ ആയുധങ്ങളും. He compares the letters to seeds and the words to the crops. ഇവിടെ കവി കർഷകൻ്റെ വിത്തിനെ എഴുത്തുകാരൻ്റെ അക്ഷരത്തോടും അതുപോലെ വേർഡ്സിനെ വാക്കുകളെ വിളകളോടുമാണ് കമ്പയർ ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ്? ദെൻ ത്രൂ ദിസ് പോയം വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ്. ഓക്കെ, ആൻഡ് ഡിയർ സ്റ്റുഡൻസ്, വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ് ദ പോയറ്റ് കമ്പയർസ് farmer with a writer in this poem. Okay, then the writer writes in a page and the farmer works in a field. അപ്പോൾ ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു കവി, ഒരു എഴുത്തുകാരൻ എഴുതുന്നത് പേജിലായിരിക്കും, ഒരു ഫാമർ വർക്ക് ചെയ്യുന്നത് ഫീൽഡിലായിരിക്കും. ആൻഡ് ദ പോയറ്റ് ചേഞ്ചസ് ദ ലെറ്റേഴ്സ് ഇൻ ടു വേർഡ്സ് ആൻഡ് ദ ഫാമർ ചേഞ്ചസ് സീഡ്സ് ഇൻ ടു ക്രോപ്സ്. അണ്ടർസ്റ്റാൻഡ്? കവി അക്ഷരങ്ങളെ വാക്കുകളാക്കി മാറ്റുമ്പോൾ ഫാമർ ചേഞ്ചസ് സീഡ്സ് ഇൻ ടു ക്രോപ്സ്. കർഷകൻ തൻ്റെ വിത്തുകളെ വിളകളാക്കി മാറ്റുന്നു. ആൻഡ് ദ പോയറ്റ് റൈറ്റ്സ് വിത്ത് ഹിസ് പെൻ ആൻഡ് ദ ഫാമർ വർക്ക്സ് വിത്ത് ഹിസ് ഫാമിംഗ് ടൂൾസ്. കവി എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ ആയുധമായ പേന കൊണ്ടാണെങ്കിൽ കർഷകൻ തൻ്റെ ഫാമിംഗ് ടൂൾസ് കൊണ്ട് വർക്ക് ചെയ്യുന്നു. ദെൻ ലെറ്റ്സ് റീഡ് ദ പോം The Plowman. Okay, these are the hands whose steady labor brings the peasant's food, the golden pomp of kings. This is the page whose letters shall be seen, changed by the sun to words of living green. This is the scholar whose immortal pen spells the first lesson hunger taught to men. These are the lanes that heaven commanded toil shows on his deed the charter of the soil. Once more, these are the hands whose steady labor brings
the peasant's foot, the golden pomp of kings. This is the page whose letters shall be seen, changed by the sun to words of living green. This is the scholar whose mortal pen spells the first lesson hunger taught to men. These are the lines that heaven commanded toil shows on his deed, the charter of the soil. Then, dear students, let's discuss the first stanza of the poem. Okay. Then the title, The Plowman. What do you mean by the plowman? കൃഷിക്കാരൻ. Then these are the hands. ഈ കൈകളാകുന്നു who steady labor brings. അതായത് തൊഴിലെടുക്കുന്ന നല്ല ഉറപ്പുള്ള ഈ കരങ്ങളാണ് brings കൊണ്ടുവരുന്നു. എന്ത്? The peasant's food. കർഷകൻ്റെ ഭക്ഷണം. The golden pomp of kings. What do you mean by pomp? ആഡംബരം. അപ്പം രാജാക്കന്മാരുടെ ആഡംബരവും എന്ന് പറഞ്ഞാൽ തൊഴിലാളിയുടെയും മുതലാളിയുടെയും ഭക്ഷണവും അവരുടെ ആഡംബരങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ആരാകുന്നു? കർഷകൻ്റെ ഈ കരങ്ങളാകുന്നു. ദിസ് ഈസ് ദ പേജ്. ഈ പേജ് ആകുന്നു ഹൂസ് ലെറ്റേഴ്സ് ഷാൾ ബി സീൻ ചേഞ്ച്ഡ് ബൈ ദ സൺ ടു വേർഡ്സ് ഓഫ് ലിവിങ് ഗ്രീൻ. സൂര്യനാൽ നല്ല പച്ചപ്പുള്ള വാക്കുകളായി മാറ്റപ്പെട്ട അക്ഷരങ്ങൾ കാണുന്ന പേജാകുന്നു ഇത്. ഇവിടെ പേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫീൽഡ്, വയലെന്നാണ്. അപ്പോൾ ഈ വയലിലാണ് വേർഡ്സ് ഓഫ് ലിവിങ് ഗ്രീൻസ്. അണ്ടർസ്റ്റാൻഡ്? പച്ചപ്പുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ നല്ല വിളകൾ കാണപ്പെടുന്ന ഒരു പേജാകുന്നു ഇത്. അണ്ടർസ്റ്റാൻഡ്? പേജ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വയൽ. ഈ വയലുകളിലാണ് പച്ചപ്പുള്ള നല്ല വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിളകളാണ്. അപ്പോൾ വിളകൾ കാണപ്പെടുന്നത് ഈ വയലുകളിലാണ്, ഈ പേജിലാണ്. അണ്ടർസ്റ്റാൻഡ്? Then once more, these are the hands whose steady labor brings the peasant's food, the golden pomp of kings. This is the page whose letters shall be seen, changed by the sun to words of living green. Understand? The next stanza. This is the scholar whose immortal pen spells the first lesson hunger taught to man. Scholar meaning പണ്ഡിതൻ. Immortal meaning മരണമില്ലാത്ത. Understand? Then this is the scholar whose immortal pen spells the first lesson hunger taught to man. മനുഷ്യന് വിശപ്പിൻ്റെ ആദ്യ പാഠം പഠിപ്പിച്ചു കൊടുത്ത ഒരിക്കലും മരണമില്ലാത്ത പേനയുടെ പണ്ഡിതനാകുന്നു ഇദ്ദേഹം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേനയാലാണ് മനുഷ്യർ എന്ത് പഠിച്ചത്? വിശപ്പിൻ്റെ ആദ്യ പാഠം പഠിച്ചത്. ഇവിടെ പെൻ എന്നത് ഉദ്ദേശിക്കുന്നത് കർഷകൻ്റെ ആയുധങ്ങളാണ്. അപ്പോൾ ആ ആയുധങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ആദ്യമായിട്ട് വിശപ്പിൻ്റെ ബാലപാഠം പഠിച്ചത്. അണ്ടർസ്റ്റാൻഡ്? ആൻഡ് ദീസ് ആർ ദ ലൈൻസ് ദാറ്റ് ഹെവൻ കമാൻഡഡ് ടോയിൽ ഷോസ് ഓൺ ഹിസ് ഡീഡ്സ് ദ ചാർട്ടർ ഓഫ് ദ സോയിൽ. Then these are the lines that heaven commanded toil shows on his deed the charter of the soil. മണ്ണിൻ്റെ രേഖയിൽ പണിയെടുക്കണമെന്ന് പറയുന്ന, കഠിനാധ്വാനം ചെയ്യണമെന്ന് പറയുന്ന സ്വർഗീയ ആജ്ഞയുള്ള വരികളാകുന്നു ഇത്. അണ്ടർസ്റ്റാൻഡ്? അപ്പം മണ്ണിൽ പണിയെടുക്കണം, ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് പറയുന്ന ആ വരികളാകുന്നു ഇത്. ടോയിൽ മീനിങ് ഹാർഡ് വർക്ക്സ് എന്നാണ്, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുക. അണ്ടർസ്റ്റാൻഡ്? ഡീഡ് മീനിങ് പ്രവൃത്തി. ചാർട്ടർ എന്ന് പറഞ്ഞാൽ രേഖ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. ദെൻ സം ന്യൂ വേർഡ്സ് ആർ ദർ. ദ പ്ലോമാൻ മീനിങ് കൃഷിക്കാരൻ, സ്റ്റേഡി മീനിങ് ഉറപ്പുള്ള, ലാബർ ജോലി, പെസൻറ്റ് കർഷകൻ, പോംപ് ആഡംബരം, ഇമ്മോർട്ടൽ മരണമില്ലാത്ത. ഓക്കെ. ആൻഡ് ഡിയർ സ്റ്റുഡൻസ്, this poem is written by Oliver Wendell Holmes Sr. Okay, you can read it and find out more details about this famous poet. Okay, dear students, in this lesson, in this poem, 4 activities are there. Then first we can discuss activity 1. What is it? A poet turns letters and words into various tales to frame lines of a poem. Likewise, a farmer turns seeds to crops. Which lines give you this idea?
What is the activity 1? A poet turns letters and words into various tales to frame lines of a poem. അപ്പോൾ ഒരു കവി തൻ്റെ കവിത നിർമ്മിക്കാൻ വേണ്ടി അക്ഷരങ്ങളെയും വാക്കുകളെയും പല രൂപത്തിലേക്ക് മാറ്റുന്നു. ലേക്ക് വൈസ് അതുപോലെ എ ഫാമർ ടേൺസ് സീഡ്സ് ടു ക്രോപ്സ്, ഒരു കർഷകൻ തൻ്റെ വിത്തുകൾ വിളകളാക്കി മാറ്റുന്നു. വിച്ച് ലൈൻസ് ഗീവ് യു ദിസ് ഐഡിയ? ഏത് ലൈനിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടുന്നത്? ദെൻ യു ഹാവ് ടു റൈറ്റ് ദ സ്പെസിഫിക് ലൈൻ. അണ്ടർസ്റ്റാൻഡ്? ദെൻ ആക്ടിവിറ്റി 2. വാട്ട് ഈസ് ആക്ടിവിറ്റി 2? ഇൻ ദിസ് പോം ദ പോയറ്റ് കൺസിഡേഴ്സ് ബോത്ത് ഫാമിംഗ് ആൻഡ് റൈറ്റിംഗ് ആസ് ക്രിയേറ്റീവ് വർക്ക്. അപ്പോൾ ഈ കവിതയിൽ കവി റൈറ്റിംഗ് ആൻഡ് ഫാമിംഗ്, കൃഷിയെയും എഴുത്തിനെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട്, ക്രിയേറ്റീവ് വർക്കായിട്ട് പരിഗണിക്കുന്നുണ്ട്. ലെറ്റ്സ് എക്സാമിൻ ഹൗ ദ പോയറ്റ് കമ്പയർസ് ദീസ് 2 ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ 2 ആക്ടിവിറ്റീസും എങ്ങനെയാണ് പോയറ്റ് ഇവിടെ കമ്പയർ ചെയ്തതെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സ്റ്റഡി ദ ഫോളോയിങ് ടേബിൾ. അപ്പം താഴെ തന്നിട്ടുള്ള ലുക്ക് ഇൻ ടു ഫോളോയിങ് ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദ മിസ്സിംഗ് പാർട്സ്. യൂസ് ദ ഹിൻസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. യു ക്യാൻ സീ 4 words are there in bracket: pen, page, crops, seed. Then ഇവിടെ poet and farmer 2 columns are there. Understand? Then you have to fill the proper column by selecting the proper words from the bracket. Okay. Then activity 3. Then what is activity 3? Pick out pairs of rhyming words from the poem. ഈ കവിതയിൽ നിന്ന് റൈമിംഗ് വേർഡ്സ് എടുത്തെഴുതാനാണ്. ഓക്കെ, ഇറ്റ്സ് എ സിമ്പിൾ ആക്ടിവിറ്റി. വാട്ട് ഈസ് ആക്ടിവിറ്റി 4? വി ആർ അവെയർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചർ. വൈ ക്യാൻ വി സെലിബ്രേറ്റ് ചിങ്ങം ഫസ്റ്റ് ആസ് ദ ഫാമേഴ്സ് ഡേ ഇൻ അവർ സ്കൂൾ? ടു മേക്ക് ദ പ്രോഗ്രാം കളർഫുൾ, വാട്ട് പ്രിപ്പറേഷൻസ് ആർ ടു ബി മെയ്ഡ്? അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ യൂണിറ്റിലെ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് we understood the importance of agriculture. നമുക്ക് കൃഷിയുടെ പ്രാധാന്യം മനസ്സിലായി. വൈ ക്യാൻ വി സെലിബ്രേറ്റ് ചിങ്ങം ഫസ്റ്റ് ആസ് ദ ഫാമേഴ്സ് ഡേ ഇൻ അവർ സ്കൂൾ? ഇനി എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്കൂളിൽ ചിങ്ങം 1 ഫാമേഴ്സ് ഡേ ആയി സെലിബ്രേറ്റ് ആഘോഷിച്ചുകൂടാ? ടു മേക്ക് ദ പ്രോഗ്രാം കളർഫുൾ. അപ്പോൾ ഈ പ്രോഗ്രാം കളർഫുൾ ആവാൻ വേണ്ടി വാട്ട് പ്രിപ്പറേഷൻസ് ആർ ടു ബി മെയ്ഡ്? എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നാം നടത്തേണ്ടത്? ഫസ്റ്റ് വൺ ഈസ് ഗിവൺ ദർ: ഇൻവൈറ്റിംഗ് ഫാമേഴ്സ് ടു ദ സ്കൂൾ. കർഷകരെയൊക്കെ എങ്ങോട്ട് ക്ഷണിക്കുക? നമ്മളെ സ്കൂളിലേക്ക് ക്ഷണിക്കുക. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിമൈനിങ് 3 or more preparations are to be made for this program. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഈ പ്രോഗ്രാം കളർഫുൾ ആക്കാൻ ഇനി വേറെ എന്തൊക്കെ പ്രിപ്പറേഷനാണ് വേണ്ടതെന്ന് നിങ്ങൾ അവിടെ എഴുതണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നൗ പ്രിപ്പയർ എ ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ ഫോർ ദ ഫാമേഴ്സ്. അതിനുശേഷം നിങ്ങൾ ഈ ഫാമേഴ്സിനെ സ്കൂളിലേക്ക് ക്ഷണിച്ചു കൊണ്ടൊരു ഇൻവിറ്റേഷൻ ലെറ്റർ തയ്യാറാക്കണം. ഓക്കെ, ദെൻ ഡിയർ സ്റ്റുഡൻസ്, there are 4 activities in this lesson. You have to do these all 4 activities today itself. Okay, thank you. Have a nice day.